Welcome back to my tuition. നമുക്ക് കോണിക് സെക്ഷനിൽ പരാബോള നോക്കാം. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. Question number 1. If the shortest distance of the parabola y squared is equal to 4x from the center of the circle. X square plus y square minus 4x minus 16y plus 64 is D. Then D square is the question. Y squared is equal to 4x. This is a parabola. This is a circle. Circle. ഈ സെൻറ്ററിൽ നിന്ന് ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ നോർമലിൻ്റെ ഇക്വേഷൻ എഴുതാം. ടാൻജൻറ്റ് നോർമൽ. ഇവിടെ വൈ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 4x. 4a is equal to 1. a is equal to 1/4. Sorry, 4a is equal to 4. So 4/4, 1. a is equal to 1. x square plus y square minus 4x plus center. x square plus y ഞാൻ കഴിഞ്ഞ സർക്കിളിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. x square plus y square plus 2gx plus 2fy plus c is equal to 0. സെൻറ്റർ എന്തായിരിക്കും? -g minus f. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -4, അതിൻ്റെ ഹാഫ് -2, ഓപ്പോസിറ്റ് സൈൻ +2. -8 ആണ് +8. ഈ സെൻറ്ററിൽ നിന്ന് ഇതിലേക്കുള്ള നമുക്കറിയാം, ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. ഒരു പോയിൻ്റിൽ നമ്മൾ ഒരു ലൈനിലേക്ക് എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാം. പക്ഷേ അതിനകത്ത് ഷോർട്ടസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പം നമുക്ക് ഇക്വേഷൻ ഓഫ് ദി നോർമൽ ഓഫ് ദ പരാബോള അത് എഴുതണം. Equation of the normal to the parabola. Y square is equal to 4ax is y is equal to mx minus 2m minus mq. ഇത് നോർമലിൻ്റെ ഇക്വേഷനാണ്. y is equal to mx minus 2m minus mq. ഇവിടെ a distance from this normal passes through 2/8. One passes through 2/8. Replace y by 8. 8 is equal to 2m minus 2m minus m cube. M cube is equal to -8. m is equal to cube root of -8 in the -2. m is equal to -2. Tangent intersect the parabola at the point. നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. B is the point am square minus 2am.
am square minus 2am. ഇവിടെ m എത്ര കിട്ടി നമുക്ക്? -2. b എന്ന് പറയുന്ന പോയിൻ്റ് എന്താ? a into -2 square. Here a is equal to 1. So 1 into 4. -2 into 1 into -2, that is 4. a 28. Distance formula. ab is equal to root of 4 minus 2, 2 square 4. x1 minus x2 the whole square plus y1 minus y2 the whole square. Root 20. ഇതാണ് നമുക്ക് d എന്ന് തന്നിരിക്കുന്നത്. Question എന്താ? Find d square. So d square is equal to 20. Question number 2. If the tangent at 1,7 to the curve x squared is equal to y minus 6 touches the circle x square plus y square plus 16x plus 12y plus c is equal to 0. Then value of c. Question. x square is equal to y minus 6. നമുക്കറിയാം x square is equal to 4ay. ഇങ്ങനെ ഒരു ഇതാണ് ഫോമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. അറ്റ് ദ പോയിൻ്റ്, ഇവിടെ നമുക്ക് പോയിൻ്റ് തന്നിട്ടുണ്ട് x1 y1. അപ്പം ഇങ്ങനെ പോയിൻ്റ് തന്നിട്ട് ആ പോയിൻറ്റിൽ കൂടെ ഉള്ള ഇതിലേക്കുള്ള ടാൻജൻറ്റ്, ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് അറ്റ് x1 y1 ടു ദിസ് പരാബോള. റീപ്ലേസ് x സ്ക്വയർ ബൈ xx1. xx1 is equal to 4a into replace y by y plus y1 divided by 2. That is 2a into y plus y1. ഇവിടെ y squared is equal to 4ax ആയിരുന്നെങ്കിലോ y1 is equal to 4a into x plus x1 divided by 2. x square is equal to y minus 6. Equation of the tangent at 1,7 to this parabola. ഇവിടെ x square ആണ്. x into x1 എന്താ 1. x into 1. Replace y by y plus 7 by 2. y plus y1 divided by 2. Minus 6 അതേപോലെ. y plus 7 minus 12 whole divided by 2. ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? 2x minus y plus 5 is equal to 0. ഇനി ടാൻജൻറ്റ് ടു ദിസ് കർവ് ടച്ചസ് ദിസ് സർക്കിൾ. ഈ സർക്കിളിനെ ടച്ച് ചെയ്യുന്നെങ്കിൽ സിയുടെ വാല്യൂ എന്ത്? അതാണ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സർക്കിളിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ 2gx plus 2fy plus c is equal to 0 ആണെങ്കിൽ സെൻറ്റർ എന്താ? സെൻറ്റർ ഈസ് -8. g8 ഇവിടെ 12 -6. ഇനി അതിൻ്റെ റേഡിയസ് r is equal to root of g square plus f square minus c. 64 plus 36 minus c. That is 100 minus c. ടാൻജൻറ്റ് ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടിയല്ലോ.
2x minus y plus 5 is equal to 0. നിങ്ങൾ 10th ടാൻജൻ്റൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. സർക്കിളിൽ നിന്ന് ഈ ടാൻജൻറ്റ് സെൻറ്ററിൽ നിന്ന് ഈ ടാൻജൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്തായിരിക്കും? റേഡിയസ്. നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ഫോർമുല. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 2 × -8 minus that is plus 6 plus 5 divided by root of 4 plus 2 square plus that is equal to radius. ഇത് എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. x1 y1 ഒരു പോയിൻ്റ് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ax plus by plus c is equal to 0. Absolute value of ax1 by1 plus c by root of a square plus b square. ഈ ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. minus 5 absolute value 5. 5 by root 5 is equal to 5 by root 5. Squaring on both sides, we get 5 is equal to 100 minus c. Minus നമുക്ക് ലെഫ്റ്റ് ചെയ്തെടുക്കാം. c is equal to 100 minus 5. If the length of the lattice rectum of a parabola length of the lattice rectum of a parabola whose focus is AA and its tangent and the tangent at the vertex x is x plus y is equal to a, then absolute value of a. അതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. y squared is equal to 4ax, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a, x squared is equal to 4ay. അപ്പോൾ ലാറ്റസ് റെക്റ്റം എന്താണ്? 4a അല്ലേ? ഇത് ജനറൽ ഫോമാണ് പറയുന്നത്. നമുക്കറിയാം ഫോക്കസ് a 0 0 0. ഈ ഡിസ്റ്റൻസ് അല്ലേ, ഇത് വെർട്ടെക്സ്, ഇത് ഫോക്കസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് എ. അതിൻ്റെ 4 ടൈംസ് ആണ് അല്ലേ, 4 ടൈം ദിസ് ഡിസ്റ്റൻസ് വെർട്ടെക്സ് ആൻഡ് ഫോക്കസ് ഈസ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. അപ്പോൾ അത് നമുക്കിവിടെ ഇപ്പോൾ ടാൻജൻ്റ് അറ്റ് ദിസ് വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ അതിലേക്കുള്ള ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? അതിൻ്റെ ആ ഡിസ്റ്റൻസിൻ്റെ 4 ടൈംസ് ആയിരിക്കും ലാറ്റസ് റെക്റ്റം. ഇത് എക്സ് ആക്സും വൈ ആക്സും അല്ല, this is tangent. X plus y is equal to a. This distance AB, distance of this point from this line. ഞാൻ തൊട്ട് മുമ്പ് എഴുതിയ ഫോർമുല AB is equal to absolute value of replace x by a, y plus a by root of 1 square plus 1 square. A cancel. A by root 2. Distance between focus from this tangent. Tangent means tangent passes through the vertex. This distance is equal to a by root 2. So length of lattice rectum is equal to 4ab. നമുക്ക് എന്ത് കിട്ടും? Length of lattice rectum, sorry, formula complete ചെയ്തു, is 16. സെൻറ്റൻസ് വിട്ടുപോയി.
ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം നമുക്ക് കിട്ടിയല്ലോ. എത്രയാണ്? 4 ഇൻറ്റു a/√2. എഴുതാലും നിങ്ങൾക്ക് പിന്നെ നോക്കുമ്പോൾ കൺഫ്യൂഷനാണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4 ഇൻറ്റു a/√2. ദാറ്റ് ഈസ് 4a/√2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് 16. 4a/√2 is equal to 16. Cross multiplication, we get 16√2 divided by 4, that is 4. So absolute value of a is also 4. Question number 4. The distance of (6, -2√2) from the common tangent y is equal to mx plus c, where m greater than 0, of the curves x is equal to 2y square and x is equal to 1 plus y square is ഇവിടെ y square is equal to 4ax. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയിൻ്റ് ഇല്ല. ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ഈസ് y is equal to mx plus c. c എന്നുള്ളത് എന്താവും ഇവിടെ? a/m. നിങ്ങൾ നോട്ട് ചെയ്തോണം. ഇവിടെ y is equal to mx plus c is a tangent to this and this. രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു ടാൻജൻ്റ് ആണ്. y squared x is equal to 2y squared എന്ന് പറഞ്ഞാൽ എന്ത് എഴുതും? y squared is equal to 1/2x. 4ax, 4a is equal to 1/2. a is equal to 1/8. ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് എങ്ങനെ വരും? Equation of tangent to this parabola. Equation of tangent is y is equal to mx plus a/m, that is 1/8m. Equation 1. നമുക്ക് സെക്കൻഡ് പരാബോളയുടെ ടാൻജൻറ്റ്. സെക്കൻഡ് പരാബോള x is equal to 1 plus y square. y square is equal to x minus 1. Equation of tangent is y is equal to ഇവിടെ m into x minus 1 plus a/m. Here 4a is equal to 1. a is equal to 1/4. 1/4. y is equal to mx minus m plus 1/4. Equation 2. രണ്ട് പരാബോളയ്ക്ക് അല്ലേ കോമൺ ടാൻജൻ്റ് ആണ്. ഇത് രണ്ടും എന്താണ്? കോയിൻസൈഡ് ചെയ്യും. സെയിം ലൈനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്. കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താ? a1/a2 is equal to b1/b2 is equal to c1/c2 എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് y സെയിം ആയിരിക്കും. ദിസ് ബൈ ദിസ്, കോഎഫിഷ്യൻ്റ് ഓഫ് x ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x, c1/c2 കോൺസ്റ്റൻ്റ് ഇട്ട് 1 and 2 coincide. Therefore 1/1, here m/m, here last term 1/8m, here minus m plus 1/4.
1 ഈസ് ഈക്വൽ 1 ബൈ 8m. ഇവിടെ എൽ സി എം എടുത്താൽ എന്ത് വരും? 1 മൈനസ് 4m സ്ക്വയർ ഡിവൈഡഡ് ബൈ 4m. 1 മൈനസ് 4m സ്ക്വയർ ബൈ 4m. 1 ബൈ 8m ഇൻറ്റു 4m ബൈ 1 മൈനസ് 4m സ്ക്വയർ. 4m 8m ക്യാൻസൽ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1 ഈസ് ഈക്വൽ ടു 2 മൈനസ് 8m സ്ക്വയർ. 8m square is equal to 1. m is equal to 1 by root 8. m greater than 0 തന്നിട്ടുണ്ട്, പോസിറ്റീവ്. റൂട്ട് 8ന് നമുക്ക് 2 root 2. ഇനി എന്താ കാണണ്ടേ? ഡിസ്റ്റൻസ് ഓഫ് 6 മൈനസ് 2 root 2 ഫ്രം ദ കോമൺ ടാൻജൻറ്റ്. നമുക്ക് ഒരു ടാൻജൻറ്റ് ഇക്വേഷൻ. ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതി? y ഫസ്റ്റ് പരാബോളയ്ക്കുള്ള ടാൻജൻറ്റ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് 1 ബൈ 8m. ഈ കിട്ടിയ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 ബൈ 2 root 2x 1 ബൈ 8 ഇൻറ്റു 1 ബൈ 2 root 8 2 റൂട്ടും കട്ട് ചെയ്യുമ്പോൾ 2 root 2. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 root 2y is equal to x plus 1 ഇനി 2 root 2y മൈനസ് എക്സ് മൈനസ് 1 0. ഈ പോയിന്റിൽ ഡിസ്റ്റൻസ് ഫ്രം 6 മൈനസ് 2 root 2 ദിസ് ലൈൻ. minus 2 root 2 root 2y minus x minus 1 0. Absolute value 2 root 2 into minus 2 root 2 minus 8 minus 6 minus 1 by root of 2 root 2 square minus 1 square. Absolute value 55. Question number 5. A tangent to the parabola y square is equal to 6x, which is perpendicular to the line two x plus y is equal to 1. Then which of the following points does not lie on it? Question. A tangent to the parabola y squared is equal to 6x. Y is equal to mx plus a by m. Tangent is 4a എന്ന് പറഞ്ഞാണ് 6. അപ്പോൾ a എത്ര വരും? 6 by 4. y is equal to mx plus a by m. That is mx plus here 4a 6. a is equal to 6 by 4, that is 3 by 2. Three by 2 my is equal to m 2my 2m square x plus 3 2m square x minus 2my
plus 3 is equal to 0. ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്താ? എം. ഇനി tangent is perpendicular to this. Slope of this line. If two lines are perpendicular, product of slopes is -1. 2x plus y is equal to, ഞാൻ ഓപ്ഷൻസ് എഴുതാം, ഇത് ഇവിടെ ഞാൻ എഴുതിയില്ല, എഴുതാം. 2x plus y is equal to 1. Slope is equal to slope of this line. Minus coefficient of x by coefficient of y. Minus 2. Here this line and this line are perpendicular. So m is equal to, ഇത് -2 ആണ് കിട്ടുന്നെങ്കിൽ ഇതെന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈനും റെസിപ്രോക്കൽ പോസിറ്റീവ് 1/2. Therefore m is equal to 1/2. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2m², 2 into 1/4, 1/2. x/2 minus 2m into 1/2. Sorry, -2 into 1/2 plus 3. x minus 2y plus 6 is equal to 0. നമുക്കിവിടെ ഏതൊക്കെയാണ് പോയിന്റ്? ഫോർ ഓപ്ഷൻസ് ഉള്ളതിൽ -6 0, ഓപ്ഷൻ എ, ബി 4 5, സി 5 4, ഡി 0 3. -6 0, എക്സിന് -6 കൊടുക്കുന്നു, y 0 കൊടുക്കുമ്പോൾ -6 + 6 0. ഓപ്ഷൻ എ അല്ല, ഡസ് നോട്ട് ലൈ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എക്സിന് 4 കൊടുത്താലോ? 4 - 2 × 5 10 + 6, 4 + 6 10 - 10 0, അതുമല്ല. 5 4, ഇനി എക്സ് 5, 6 + 5 11 - 8 0 കിട്ടുന്നില്ല അല്ലേ? അപ്പോൾ ഡസ് നോട്ട് ലൈ. 0 3 കൊടുത്ത് നോക്കി, എക്സ് 0, അപ്പോൾ -6 + 6 0. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി 5 4. 5 4 ആണ് ഈ ലൈനിൽ ഇല്ലാത്ത പോയിന്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ എലിപ്സാണ് ഇടുന്നത്. എല്ലാവരും നന്നായി പഠിക്കുക. ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീട്ടിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യും. ഓക്കെ, താങ്ക് യു.